സഹോദരന്മാരെ, നമ്മൾ വ്യാഴാഴ്ച വൈകിട്ട് വിവിധങ്ങളായ ചിന്തകളിലൂടെ ഒരുമിച്ച് കടന്നുപോയി. ഇന്ന് ഞായറാഴ്ച സമാപന നിമിഷങ്ങളിൽ ക്രിസ്തീയ കുടുംബം എന്നുള്ള ചിന്തയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുക. വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളൂ. ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ ലോകത്തിൻ്റെ ആദ്യത്തെ കുടുംബ സംവിധാനം, സാമൂഹിക സംവിധാനം. ദൈവം ആദ്യം സ്ഥാപിച്ച സാമൂഹിക സംവിധാനം കുടുംബമാണ്. അതിനുശേഷമാണ് മറ്റ് ജീവിതാന്തസ്സുകൾ. രണ്ട് വിധത്തിലെ ക്രൈസ്തവർ ജീവിക്കാൻ പറ്റും. ഒന്നുകിൽ കുടുംബജീവിതം, അല്ലെങ്കിൽ വേറെ സന്യാസി ജീവിതം. ഇടയ്ക്ക് ഈ പട്ടികത്തേക്ക് ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക ആർക്കായിട്ട് നമുക്കില്ല. നമുക്ക് ഒന്നേ ഉള്ളൂ, ഒന്നെങ്കിൽ അന്തസ്വൈകാത്യം, അല്ലെങ്കിൽ മനോഹരമായ സന്യാസം. ദൈവം ആദ്യം സ്ഥാപിച്ചത് വിവാഹത്തെയാണ്, കുടുംബ ജീവിതത്തെയാണ്. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കേട്ടു, ഒന്നു മാത്രം നന്നല്ല എന്ന് കണ്ടു. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇടയെ കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു. അതുവരെ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും പുരുഷൻ കൊണ്ടു ചേർന്നോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറകിൽ ആവം, മുമ്പിൽ എരുമയെ നിർത്തി ചെയ്യുക. ഇടതുവശത്ത് ആവം, വലതുവശത്ത് പിടിയാൻ ചെയ്യുക. പുറകിൽ ആവം, മുമ്പിൽ വെച്ചു പശു ഒട്ടിച്ചേരിയല്ല. കപിലാൻ പിടികിട്ടി രേഖാവളിയും അടങ്കാവളിയും ശരിയല്ല. ജോണും ചെസ്സിയും ശരിയും ശരി. ദൈവം പുരുഷനെ ഗാഢനിദ്രയിൽ ആക്കി. ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ, പിന്നെയില്ല. അങ്ങനെയുള്ള വാക്കാണ് ഗാഢനിദ്ര. ആർക്കാണ് കിട്ടുന്നത്? ആണുങ്ങളെ വർഗത്തിൽ കിട്ടിയ കാലം വേണ്ട. പെണ്ണുങ്ങൾ ഭൂമിയിൽ കൊണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ ലഭിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പൊന്നുപോലെ ഉറങ്ങണ ഉറങ്ങും, മനസ്സമാധാനത്തോടുള്ള ഒടുക്കത്തെ ഉറങ്ങണം. അവന് വാര്യം വിളിച്ചു, ഒളിച്ചു സ്ത്രീക്ക് ജന്മം കൊടുത്തു. നമ്മൾ കാണുന്നു സായിപ്പന്മാർ അമേരിക്കയിൽ ഭാര്യയെ വിളിക്കും സ്നേഹത്തോടെ, മൈ ഹാർട്ട്. ജെറുസലേമിൽ യഹൂദ വിളിക്കും മൈ റിബ്, എൻ്റെ ഭാര്യ. പക്ഷെ മലയാളി മാത്രം ഒരു ഷേപ്പില്ലാത്ത ഒരു കറുത്ത പേര്, എന്നെ കരല്. അതങ്ങനെ വാര്യയിൽ നിന്നും സ്ത്രീ എന്ന കൊണ്ടു പുരുഷൻ സ്ത്രീമായി സൃഷ്ടിച്ചു. ഈ വാര്യത്തിന്റെ സ്ഥലങ്ങൾ ശ്രദ്ധിക്കണം. അവസാനത്തെ വാര്യയില് ശരീരത്തിന് കൃത്യം നടുവ. വായ് 6 അടി പൊക്കമുള്ളത് വാര്യന്റെ അവിടെ കീഴോട്ട് 3 അടി, മുകളിലോട്ട് 3 അടി, നടുക്കാണ്. കുത്തുകൊണ്ടാൽ വാര്യനെ കൊണ്ടോ രക്ഷപ്പെടും, അതിനെടുത്ത് കൊണ്ടോ രക്തമാണ് രക്ഷപ്പെടും. കാരണം വാര്യന്റെ പ്രത്യേകത ഏത് കുത്തുകൊണ്ടാലും അതിനകത്ത് ഒരു വെള്ള മജ്ജ ഉത്പാദിപ്പിക്കും. ആ വെളുത്ത മജ്ജ കൊണ്ട് മുഴുവനെ സുഖപ്പെടുത്തും, അപകടത്തെ തടഞ്ഞെത്തും. അതാണ് വാര്യന്റെ. കുടുംബത്തിൽ അതെങ്ങോട്ട് വളരാൻ പറ്റും. സ്ത്രീ വാര്യനാണ്. അവൾ ഭർത്താവിൻ്റെ വീട് വരുമ്പോൾ അമ്മായിയുണ്ടോ വളഞ്ഞു കൊടുക്കണം, നാട്ടിൽ ചേർത്ത് കൊടുക്കണം, ഇടയ്ക്ക് ഒന്ന് വളഞ്ഞു മുന്നിൽ. രണ്ടുപേരും മരിച്ചാൽ വേണമെന്ന് വാര്യനെ പോലെ ഇതിനൊക്കെ പ്രവർത്തിക്കണം. വാര്യയിൽ നിന്നും സ്ത്രീക്ക് ജന്മം കൊടുക്കുന്ന വാര്യല്ല. അപ്പം ദൈവം സൃഷ്ടിച്ചു വാര്യയിൽ നിന്നും. അതുകൊണ്ടാണ് ഏറോട്ടത്തിൽ ഔവ്വ ഒരു പകൽ മുഴുവൻ നടത്താൻ പോയി. സന്ധ്യയായപ്പോൾ തിരിച്ചു. ഔവ്വ ഇതിൻ്റെ നിന്നും മടുത്തു. ആദം വരുന്നില്ല. രാത്രി ആദമുള്ള ഔവ്വ തിരിച്ചു. ആനന്ദമായി നോക്കാൻ പോയതാ ഇത്രയും സമയം. ആദം, നീ അല്ലാതെ ഏത് വായാണ് ഉള്ളത്? നീ മാത്രമേ വേറെ ആരാ ഉള്ളത്? ഓ ശരിയാണ്. രാത്രി 10 ആദം ഇറങ്ങുമ്പോൾ അവരുടെ ദേഹത്തിൽ പാമ്പ് എഴുതുന്നത് എന്നൊന്ന് എഴുതി.
ആളുകളോട് ഹവ നോക്കുക, വേറെ വൈദ്യുതി പോയോ ഇല്ലയോ, അത് ഒന്ന് മാത്രമേ പോയിട്ടുള്ളൂ. ദൈവം ആരംഭിച്ച് ഒരു വലിയ ജനത്തിന്റെ ഉടമ്പടിയായിട്ട് ദൈവം ദാമ്പത്യം ആരംഭിച്ചു. ദൈവം തന്നു. ഇതെങ്ങനെ ആരംഭിച്ചത്? ഉടമ്പടി. വിവാഹം ഒരു ഉടമ്പടിയാണ്. ബുക്ക് ഓഫ് ജെനസിസ് ഈസ് കോൾഡ് ദ ബുക്ക് ഓഫ് കവനൻസ്. ഉൽപ്പത്തി പുസ്തകത്തെ വിളിക്കുന്ന വാക്ക് ഉടമ്പടികളുടെ പുസ്തകമെന്നാണ്. ദൈവം ഉൽപ്പത്തിയിൽ 3 ഉടമ്പടികൾ സ്ഥാപിച്ചു. ഒന്നാം ഉടമ്പടി ഉൽപ്പത്തി നമ്മൾ കാണുന്നു 2-ാം അധ്യായം 23-ാം വാക്യം. അത് ബൈബിളിലെ ആദ്യത്തെ കവനന്തൻ ഉടമ്പടി വാക്യം. നീ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം. 2-ാം ഉടമ്പടി ഉൽപ്പത്തി 9-ൽ ദൈവവും നോഹയുമായി. ഇനിമേൽ പ്രളയത്തിലൂടെ ലോകത്തെ നശിപ്പിക്കില്ല. അടയാളമായി ചക്രവാള സീമയിൽ ഒരു മലനിര വിരിയിച്ചു. 2-ാം ഉടമ്പടി. 3-ാം ഉടമ്പടി ഉൽപ്പത്തി 12 ദൈവവും അബ്രഹാമും തമ്മിൽ ഉടമ്പടി. ഇംഗ്ലീഷിൽ 2 വാക്കാണ്. ഒന്ന് കോൺട്രാക്ട്, 2 കവനന്റ്. കോൺട്രാക്ട് മനുഷ്യനും മനുഷ്യനും കൂടി, കവനന്റ് മനുഷ്യനും ദൈവവും കൂടി. നരേന്ദ്രമോദിക്ക് ട്രംപുമായി കോൺട്രാക്ട്, മോശയ്ക്ക് ദൈവവുമായി കവനന്റ്. കോൺട്രാക്ട് നിശ്ചിത കാലത്തേക്കും. മോഡി ആദ്യം പ്രധാനമന്ത്രിയായിട്ട് ട്രംപിനെ കാണാൻ വേണ്ടി അമേരിക്ക വരുമ്പോൾ വാഷിംഗ്ടൺ DC-യിലെ പള്ളി എന്ന് ധ്യാനം നടന്നു. അപ്പോൾ ട്രംപും മോഡിയും ഒരുമിച്ച് കൂടിയാണ് നമ്മുടെ അന്നത്തെ ആൾക്കാരവിടെ പ്രാർത്ഥിക്കുന്നത്. ദൈവമായ കർത്താവേ, ആദിയിൽ നിന്നും വ്യാധിയിൽ നിന്നും മോദിയിൽ നിന്നും ഞാൻ രക്ഷിക്കട്ടെ. അതായിരുന്നു അന്നത്തെ പ്രാർത്ഥന. അപ്പോൾ മോദിയും ട്രംപും തമ്മിൽ കോൺടാക്റ്റാണ്. കോൺടാക്ട് നിശ്ചിത കാലത്തേക്കാണ്. 5 വർഷം ഏലക്ക ഫ്രാൻസിൽ 2003 കോൺടാക്ട് ചെയ്തു. 5 വർഷം അമേരിക്കയിൽ വെടിയുള്ള ഇന്ത്യ മേടിക്കും. 5 വർഷം കഴിഞ്ഞു കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ടൈം ഔട്ട്, കാലാതീത. കവനന്റ് കാലാതീതം. കോൺടാക്ട് ലിമിറ്റഡ് ടൈമിലേ ഉള്ളൂ. കവനന്റ് ഇറ്റേണിറ്റിയാണ്. ശിരസായ വിശിക ഉടലായ സഭയെ സ്നേഹിച്ചത് 3 വർഷത്തേക്കല്ല, ലോകാവസാനം വരെ. മത്തായി 28:20 യുഗാന്ത്യം വരെ കൂടെ ഉണ്ടായിരിക്കും. ഹിന്ദുക്കളുടെ കല്യാണം സിവിൽ കോൺട്രാക്ട്, മുസൽമാന്റെ കല്യാണം സിവിൽ കോൺട്രാക്ട്, നിങ്ങളുടെ കല്യാണം ഇറ്റേണൽ കവനന്റ്. നിശ്ചിത കാലം കൂടി തീരെയല്ല. ഞാൻ അച്ഛന് കുടുംബത്തിലെ വക്കീലുമാണ്. എത്രയോ കേസുകൾ. ഹിന്ദുക്കൾക്ക് ഡൈവോഴ്സ് എളുപ്പമാണ്, മുസൽമാന് ഡൈവോഴ്സ് എളുപ്പമാണ്. നമുക്കോ ചുറ്റിയ പാമ്പ് കടിച്ചു പോകും. അത് മരണം വരെയാണ്. നിശ്ചിത കാലത്തേക്കല്ലോ, അങ്ങേയറ്റം വരെയാണ്. മത്തായി 19 ആദ്യം പറയുന്നുണ്ട് നിത്യത. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഇന്ന് വേർപെടുത്താൻ വേണ്ടി ബഹളം വെക്കുന്ന ലോകത്തിലാണ് ജീവിക്കുക. ഒരു കോടതി വന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് ഡൈവോഴ്സ് കോടതി ചോദിച്ചു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15. എത്ര മക്കൾ? 3 മക്കളും 15 വർഷമായപ്പോഴാണ്. കല്യാണം കഴിഞ്ഞാൽ 2 വർഷത്തിൽ നോക്കാൻ വരാൻ അവൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി ആദ്യ രാത്രി കഴിഞ്ഞു മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ചതാണ്. അതെന്താ? മോഡസിറ്റി, പ്ലേറ്റ്, കപ്പ്, സ്പൂണ്, ഫോർക്ക്, ബക്കറ്റ്, ഗ്ലാസ് എടുത്ത് എൻ്റെ ഭാര്യ ഇരിക്കുന്നത് എയർ ജഡ്ജി പറഞ്ഞു 15 വർഷം സഹിച്ച എളുപ്പമെന്നാ. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി അടുത്ത ഇടയായി നമുക്ക് ഉന്നമായിട്ട് വരുന്നു. നേരത്തെ കൊള്ളുകയായിരുന്നു, ഉന്നമായിട്ട് വരുന്നു. ജഡ്ജിക്ക് മുറിക്കാൻ പറ്റും. ജഡ്ജി പറഞ്ഞു 3 മക്കളല്ലേ, കൃത്യം പപ്പാതി വീതം വെക്കാൻ ഡൈവോഴ്സ്. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി 1 വർഷം തന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളെ മുറിൽ വിടുക. താമസിയാൽ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ 21-ാം ദിവസം ഡൈവോഴ്സിന്റെ ഫൈനൽ ഡേ. 4-ാം ദിവസത്തിൽ 4-ാമത്തെ കുഞ്ഞാകുമ്പോൾ 2 മുറിക്കാൻ അവന്റെ ഗതികൾ അവന്റെ ഭാര്യ 4-ാമത്തെ ദിവസത്തിൽ ഓർത്താനൊന്നുമില്ല. ദൈവം സൂചിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഞാൻ കണ്ടിട്ടുണ്ട് അമേരിക്ക യൂറോപ്പിൽ ചെല്ലുമ്പോൾ ഭാര്യ മരിച്ച ഭർത്താവ്
പുതിയ ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഭാര്യയുടെ കല്ലറയിൽ വെക്കും. മോളെ, ഇതാണ് പണിയാൻ പോകുന്ന വീട്, നിനക്ക് ഇഷ്ടപ്പെട്ടു. ഉടമ്പടിയ മരിച്ചാലും കല്ലറയിൽ അവിടെ കാണും. ഭർത്താവ് മരിച്ച ഭാര്യ പെണ്ണിന് കല്യാണ ആലോചന വരുമ്പോൾ ചെറുക്കൻ്റെ ഫോട്ടോ ഭർത്താവിൻ്റെ കല്ലറയിൽ വെക്കും. ഇവനാണ് നമ്മുടെ മോളെ കെട്ടാൻ പോകുന്ന മനുഷ്യൻ. കല്ലറയിൽ കിടന്നും കാണും. ചുമ്മാ പട്ടി പൂച്ച പോലെ മരണം കൊണ്ട് തീർന്നില്ല. നിത്യതയോളം തീരുന്ന ഒരു ഉടമ്പടി ബന്ധം വിഭാഗത്തിലുണ്ട്. അത് നിത്യതയോട് നേടുന്നതാണ്. ദൈവം ഉടമ്പടിയാൽ സ്ഥാപിച്ചു. അതിൻ്റെ വിശുദ്ധി നന്മയും ജീവിക്കാൻ വലിയ ദൈവം തരിക. പറയുന്നുണ്ട്, നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് അവൾ നാരി എന്ന് വിളിക്കപ്പെട്ടു. ആണുങ്ങൾ തെളിച്ചു പിടിക്കേണ്ട വാക്കാണ്. ചില ആണുങ്ങൾ കുടി മുൻപോ രണ്ടും ഒരുമിച്ച് നിൽക്കും. പല ആണുങ്ങളും നാരിയുടെ രായുടെ കീഴിലുള്ള കുരുപ്പ് കാണിയല്ല ഭാഗ്യ കാലത്തും നരനും നായികയുമായി പുരുഷനും സ്ത്രീയുമായി ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം സ്ഥാപിച്ചതുപോലെ രണ്ട് വിധത്തിൽ നമുക്ക് പണിയാൻ പറ്റും. ഒന്ന്, ഉൽപ്പത്തി 11 ബാബേൽ ഗോപുരം പോലെ. രണ്ട്, അപ്പസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ സിയോൻ മാളിക പോലെ. രണ്ട് വിധത്തിൽ ദാമ്പത്യത്തെ പണിയാം. ഒന്ന്, ബാബേൽ ഗോപുരം പോലെ ഉൽപ്പത്തി 11. ഒരു ഭാഷ, ഒരു ദേശം, ഒരു സംസ്കാരം. പക്ഷെ ഭാഷ ചിതറിപ്പോയി. കമ്പിയൊഴിയുമ്പം കല്ല്, കല്ലിയൊഴിയുമ്പം കട്ട, കട്ടയൊഴിയുമ്പം മണൽ, മണ്ണിലൊഴിയ സിമെന്റ്, സിമെന്റ് ഒഴിയുമ്പം വെള്ളം. ഭാഷ ചിതറിപ്പോയി. ബോംബെയിൽ മലയാളമുള്ള എൻ്റെ വീട് ബാബേൽ ഗോപുരമാണ്. ഭർത്താവ് എന്നാ പറഞ്ഞാലും തറുതല പറയുന്ന ഭാര്യ എന്നാ പറഞ്ഞാലും ഒതുക്കുന്ന വർത്തമാനം വരുന്ന വ്യക്തികൾ. മക്കൾ എന്താ പറഞ്ഞാലും സ്വീകരിക്കാത്ത പേരൻസ് അക്സെപ്റ്റ് ചെയ്യാത്ത മക്കൾ. അതാണ് മലയാളിലെ ബാബേൽ ഗോപുരം. ആഗ്രയിലെ വിശ്വവിസ്മയം വെള്ളത്തിൽ സ്വന്തമായ താജ്മഹൽ അതിനെ നോക്കി കവി താപം ഇങ്ങനെ എഴുതി, കാലത്തിന്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി, കാലത്തിന്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി. കാരണം സംസാരിക്കാനല്ലോ ഉണങ്ങിയ സാമൻ ഷാജഹാനുദാസും. ബോംബെയിലെ എൻ്റെ വീട് ഉപ്പിനെ കെട്ടിടം, നല്ല മുറി, വിശാലമായ സൗകര്യം. പക്ഷേ അത് താജ്മഹലാണ്. ഉണങ്ങിയ ശവങ്ങൾ. ഭാര്യ എന്നാ വിടിയാലും ഇടിയപ്പം ഉണ്ടാക്കുന്നത് വേണ്ടി. ഭർത്താവ് എന്നാ പറഞ്ഞാലും ഭാര്യയ്ക്ക് വർത്താനമില്ല, സംസാരമില്ല. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. അടിസ്ഥാനം വർത്തമാനം മനസ്സിലാക്കാം. കോടതിയിൽ വന്ന് കേസ് എടുക്കാൻ വേണ്ടി ഒത്തിരി പേരെ എൻ്റെ അടുത്ത് വിടും. ഏറ്റുമാനൂർ കുടുംബക്കോടതിയിൽ കുളവരിങ്ങാട് പോലീസിന് കേസ് വന്നാൽ CI കേസിന് മുമ്പ് ഡബ്ല്യുകളെ എൻ്റെ അയക്കും. ഞാൻ പറഞ്ഞാലേ കേസുള്ളൂ, അല്ലെ കുളവരിങ്ങാട് ശിക്ഷ കേസില്ല. അപ്പം പലപ്പോഴും പറയും 15 മിനിറ്റ് മുക്കി ഒരുങ്ങി അടുത്തിരുന്നു വർത്താനം പറഞ്ഞാൽ കുടുംബത്തിലെ പ്രശ്നം തീരും. പല പ്രശ്നവും തീരുമാനം കുറച്ച് സമയം സ്പേസ് ഭാര്യ കൊടുക്കുക, സ്പേസ് കൊടുക്കാനുള്ളൂ. 100 കൂട്ടം പണിയാണ് കൊണ്ട് തന്നാൽ കോലേജിനെ പിടിച്ച് നുണയാൻ പോകുന്നില്ല. അവസാനം കോല് കാണും, ഐസിന് ഒലിച്ചു പോകും. കുറച്ച് പണവും വീടും കാണും, ജീവിതം തീർന്നു പോകും. സംസാരിക്കണം, അടുത്തിരിക്കണം. മക്കളെ അടുത്ത് കേൾക്കുന്ന അപ്പനമ്മയുണ്ടാകണം, പങ്കാളിയെ കേൾക്കുന്ന പാർട്ട്ണർ ഉണ്ടാകണം, പേരൻസിനെ കേൾക്കുന്ന കുട്ടികളുണ്ടാകണം. അവിടെയാണ് വീട് ഒരു വലിയ സിയോൻ മണിയായിട്ട് മാറും. അല്ലെങ്കിൽ ചെറിയ ഭാഷ. ഒരു ശ്രദ്ധയാൻ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം വേടാൻ ആഗ്രഹിക്കുന്നു. ഉറങ്ങാൻ തുടങ്ങുമ്പോൾ 5 മിനിറ്റ് അടുത്തിരുന്ന് വർത്താനം പറയാൻ. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് മനുഷ്യൻ ഒന്ന് മിണ്ടാൻ മതി. അതിന് പോകുന്ന സമയമില്ല. സന്ധ്യ ആകുമ്പോൾ 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി. ഏതാ 3 അടി? 1 കാത്തിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിക്കടി. 3 അടിയുള്ളൂ, വേറെ വർത്തമാനമില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് എൻ്റെ കെട്ടിയവനെ കാണുമ്പോൾ അടിമേൽ നോക്കി ഒരു തൊഴിൽ കൊടുത്താണ്. അതിനാണ് ആദ്യ രാത്രിയിൽ മുട്ടി ഒരുക്കി അടുത്തിരുന്നു. കൊച്ചു വർത്താനം പറയാതെ എഴുതിയപ്പോൾ രാത്രി 12 മണിക്ക് ഇത് ഞാൻ ചാരി എന്ന് ചോദിക്കുക.
ഡെൻമാർക്കിന്റെ തലസ്ഥാനം ഏതാണ്? ഞാൻ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നീട് അങ്ങനെ ചോദിച്ചത് എൻ്റെ അച്ഛ വിവാഹം പഠിക്കുക മനഃശാസ്ത്രം പറയായിരുന്നു. വിഷയങ്ങൾ തീരുമ്പോൾ മറ്റൊരു വിഷയം ഉണ്ടാക്കി വർത്താനം പറയണം. ഒരു പുതുജീവിതം ആരംഭിക്കരുത്. പൊതുവിജ്ഞാനം ചെയ്യാൻ വേണ്ടി വിഷയം എടുക്കുന്നു. ഇത്രയും ഒരു വിഷയമൊന്നും ഒരിക്കലും ഓർക്കുന്നില്ല. ഭാഷയിൽ ചെറിയ പോയ കുടുംബമാണ് എങ്കിൽ അപ്പസ്തോലരുടെ രണ്ടേ പോലെ സിയോൻ മാതൃകയാക്കണം. പല ഭാഷ പല ദേശം ഒരേ രീതിയിൽ മനസ്സിലായി. അമ്മായിയമ്മ എന്നാ പറഞ്ഞാലും അതേ സ്പിരിറ്റിൽ മനസ്സിലാക്കണം മരുമകൾ. ഭർത്താവ് എന്ത് പറഞ്ഞാലും അതേ സ്പിരിറ്റിൽ മനസ്സിലാക്കുന്ന ഭാര്യ. ഭാര്യ എന്ത് പറഞ്ഞാലും അതേ സ്പിരിറ്റിൽ മനസ്സിലാക്കുന്ന ഭർത്താവ്. എന്നെ കൊച്ചാക്കി നോക്കില്ലേ? പരസ്പര ധാരണ. അതാണ് സിയോൻ മാതൃക. സിയോൻ മാതൃക. കുടുംബജീവിതം സ്വർഗമായി ജീവിക്കുന്നവർക്ക് നിങ്ങളുടെ വർഷങ്ങൾ കൊണ്ടറിയില്ല. നരകമാണോ ദിവസവും തീരുന്നില്ല ഈ തോന്നില്ല. സ്നേഹത്തോടെ ആണെങ്കിൽ 30 ദിവസം 2024 എത്ര പെട്ടെന്നാണ് പോയത്. അങ്ങനെ 5 വർഷം 10 വർഷം 50 വർഷം കാലം കൊണ്ടറിയില്ല. സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വിവാഹത്തിൻ്റെ 50-ാം വാർഷികം മെത്രാനിസം വന്നു. ഇതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇപ്പം സർട്ടിഫിക്കറ്റിനും ഒരു സമ്മാനം കലകം തിരുവേദി വന്നു. കഴിഞ്ഞ 50 വർഷം വഴക്കുണ്ടാക്കാതെ ബഹളം വെക്കാതെ പിഴങ്ങാതെ ജീവിക്കാൻ എങ്ങനെ കഴിയും? ഒന്ന് പറഞ്ഞതിന് ശേഷം സമ്മാനം തരാം. കുടുംബനാഥൻ എഴുന്നേറ്റുന്നു. അദ്ദേഹം ഒരു തിരുവേദി പ്രിയപ്പെട്ടവന് ആദ്യ രാത്രി മുളിക്കട്ടിൽ ഒരുമിച്ചെടുത്തപ്പോൾ ഞങ്ങൾ എടുത്ത പ്രതിജ്ഞയാണ് 50 വർഷം വഴക്കടിക്കാതെ പിഴങ്ങാതെ ജീവിക്കാൻ ശക്തിയിരിക്കുന്നത്. ഞാൻ ഇവരോട് വന്നു. എടി എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും കുളിച്ച ചെടി വിളിക്കാൻ തുടങ്ങി. ഒരു തൊഴിൽ എന്നെ വിളിച്ചത് വാദമെന്ന് പരാതി വിളിക്കും. നീ അകത്തുനിന്ന് മുന്നിൽ പോഷണം. എപ്പോൾ കൺട്രോളും കിട്ടിയിടുമോ ലോലത്തിനും വാതിലും അപ്പം നീ തുടങ്ങണം. ഈ 50 വർഷങ്ങൾ അക്ഷരത്തിൽ ഞങ്ങൾ പാലിച്ചു. തെറി വിളിക്കാനും ചവിട്ടാനും തൊഴിക്കാനും വരുമ്പോൾ ഞാൻ പരാതി കളിക്കുന്നു. അവിടെ മുന്നിൽ കൂട്ടിയിരിക്കും. എന്തിനു വേണ്ടിയാണ് ഈ 50,000 രൂപയും ഫലവും മേടിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ 50 വർഷമായി ഞാൻ വീടിൻ്റെ പരാതി തന്നെ നിൽക്കുകയായിരുന്നു. അതിന് അവാർഡാണ് ഈ ഫലവും. എളുപ്പമാണ് ജീവിതം. വീട് സ്വർഗമാണോ മരണാനന്തര സ്വർഗം? വീട് നരകമാണോ മരണാനന്തര നരകം? നന്നായിട്ട് ജീവിച്ച ഒരാൾ ഇടിവെട്ടി മരിച്ചാലും പാമ്പ് കുത്തിയാലും കണ്ണടിച്ചാലും വണ്ടി ഇടിച്ചാലും അറ്റാക്ക് വന്നാലും അവൻ ഒരു ഒരുക്കമില്ല. ജീവിതം നല്ലതാണോ അവൻ നേരെ സ്വർഗത്തിൽ പോകും. അതേസമയം ചെമ്മാടിയായി ഗുണ്ടയായി ജീവിച്ച് വലിയ ബന്ധനോട് തലഞ്ഞു പിടിപ്പിച്ചാൽ അവൻ്റെ പോക്ക് നരകത്തിലേക്കാണ്. കാരണം നമ്മൾ കാണുന്നു ലോകത്തിന് തുടർച്ചയായി ചെയ്ത ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം നരകവും സ്വർഗവും കാണിക്കുന്നത്. ലൂക്കോസ് 14. ലാസർ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദുഃഖിച്ചു. പക്ഷെ മരണശേഷം സ്വർഗത്തിൽ അബ്രഹാമിന്റെ വഴിയിൽ. ധനവാൻ ഭൂമിയിൽ കലഹിച്ചു അകന്നയാൽ മരണശേഷം നരകത്തിൽ എത്തി. നമുക്കൊരു ജീവിതം ഇതിന്റെ തുടർച്ചയാണ് ഏറ്റവും. തോമസ് ലീഹ പുത്രനായ യേശുവിനോട് വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ക്രിസ്തു വെളിപ്പെടുത്തത് ദേഹത്തെ 5 മുറിവ് കാണിച്ച് ഇപ്പൊ തോമസ് ലീഹയ്ക്ക് മനസ്സിലായി ഭൂമിയിൽ ദേഹത്തെ ഒഴിച്ച മുറിവ് മരണശേഷവും ഈ ലോകത്തെ തുടർച്ച നിത്യം എന്ന് പറയുക. എന്നും വഴക്കുണ്ടാക്കുന്ന കെട്ടിവനാണ് ഭൂമിയിൽ നരകം തന്നെ. സ്നേഹിക്കുന്ന ഭാര്യഭർത്താക്കന്മാരാണ് ഭൂമിയിൽ സ്വർഗം തന്നെ. ഒരു മത്തായി ചേട്ടനും മലയാളം ചേർത്തി രണ്ടുപേരും നല്ലവരാ. പക്ഷെ മത്തായി കുഴിച്ചാൽ പരമ ചേട്ടയാണ്. ഭാര്യ കഴിക്കും, മക്കളെ കഴിക്കും, പാത്രം കുഴക്കും. 70-ാം വയസ്സിൽ മാരകമായ രോഗം ബാധിച്ച് മത്തായി ചേട്ടൻ മരിച്ചു. സ്വർഗത്തിൽ കയറാനുള്ള പുണ്യവുമില്ല, നരകത്തിൽ വരാനുള്ള ഭാവവുമില്ല. ഒരു ഇടയ്ക്ക് കൊല്ലാനിരിക്കാം എന്നിട്ട് കയറ്റാവുന്നു സ്വർഗത്തിന് അധികം. മത്തായി 20 വർഷം കാത്തിരുന്നപ്പോൾ മറിയാമ്മ ചേട്ടി മരിച്ചിരുന്നു. സ്വർഗത്തിന്റെ കാവൽക്കാരൻ പോലെ മറിയാമ്മെ ഭൂമിയിൽ ഒരുപാട് സഹിച്ച നീ ഇന്ന് തന്നെ നിനക്ക് സ്വർഗത്തിൽ കയറാം. ഒരുപാട് കഷ്ടപ്പെടുന്നത് മത്തായി ഇനിയും കയറിയിട്ടില്ല. പക്ഷെ മറിയാമ്മ സ്വർഗത്തിൽ കയറണമെങ്കിൽ ഒരു പരീക്ഷ പാസ്സാണ്. എന്താ പരീക്ഷ? ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് തെറ്റാതെ പറയാം. ചോദിക്കാം. ലവ് മറിയാമ്മ ഈസി
LOVE ലോ സ്വർഗീകരിക്കുന്നു. ഇനി മറിയാമ്മ സ്വർഗത്തിന്റെ കാവൽക്കാരി. സ്വർഗത്തിൽ ആര് വന്നാലും വാക്കിന്റെ സ്പെല്ലിംഗ് ചോദിക്കേണ്ട 4-5 വാക്കുകൾ തെറ്റിയാ കേട്ടത്, സംശയിച്ചാൽ കേട്ടത്, ആവർത്തിച്ചാൽ കേട്ടത്, അറിയത്തില്ല കേട്ടത് സമ്മതിച്ചു. ചോദിക്കേണ്ട വാക്ക് ജീസസ്, ആമേൻ, പ്രൈസ്, ഗ്ലോറി, ഹല്ലേലൂയ. ഇതിലേതെങ്കിലും വാക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇനി മറിയാമ്മയ്ക്ക് വേണമെങ്കിൽ ഒമാരുടെ എക്സ്ട്രാ പീസ് കയ്യിൽ നിന്ന് എഴുതിയിരിക്കണം. മറിയാമ്മയ്ക്ക് കൂട്ടുകാരി ആൻസർ എന്നതായി ആമയുടെ സ്പെല്ലിംഗ് പറഞ്ഞിട്ട് വിട്ടു. ലൂസി വന്നു, ഈസിന്റെ സ്പെല്ലിംഗ്. ജെസി വന്നു, ഗ്ലോറിയുടെ സ്പെല്ലിംഗ്. അന്നാണ് മത്താശ്ശേരിന്റെ പൂരം. സ്വർഗത്തിൽ കയറാൻ വരിക. മറിയാമ്മയുടെ ഭൂമിയിൽ എനിക്കൊരു പണി തന്നവന് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചു, ഓ ഹണി, നീയാണ് ഗേറ്റ് കീപ്പർ. അതായത് സ്വീറ്റ് കാർഡ് ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറാൻ പറ്റിയല്ല. പരീക്ഷ പാസ്സാകും. എന്താ പരീക്ഷ? വാക്കിന്റെ സ്പെല്ലിംഗ് തെറ്റാൻ കയറിയല്ല, സംശയിച്ച കയറിയല്ല, ആവർത്തിച്ച കയറിയല്ല, അറിയില്ല കയറിയല്ല. ചോദിക്കടി, ചാൻസ് ഒന്നും ചോദിക്കടി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ സമയം ചോദിക്കടി. മലയാളം ശരി. ചെക്കോസ്ലോവാക്യ ഭൂമിയിലെ സ്വർഗമാണ് ഗതിയിലെ സ്വർഗം, ഭൂമിയിലെ നരകമാണ് ഗതിയിലെ നരകം. ദൈവം തന്ന വീട് 2 വിധത്തിൽ നമുക്ക് പണിയാം. ഒന്ന്, നമുക്ക് ദൈവം കുടുംബം ബൈബിളിലെ പ്രതീകമാണ് കാനാൻ ദേശം. എൻ്റെ വീട് കാനാൻ ദേശമാണ്. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങൾ. ഒന്ന് പാല്, 2 തേൻ. ഇതായിരുന്നു ബോംബെയിലെ എൻ്റെ വീട്, കാനാൻ ദേശം. എന്താ പാല്? നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പാല് കുടിക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, താമസിക്കാൻ വീട്, രോഗമെന്ന മരുന്ന്. ബോംബെയിൽ ദൈവകൃപയാൽ നിങ്ങൾക്ക് ഇതിനൊരു ലഭ്യമില്ല. പാലെളുപ്പമുണ്ട്. വർഷങ്ങൾ തീരുന്നതും ജീവിതം മെച്ചപ്പെടുന്നു. ഇല്ലാതെ പോകുന്നത് തേൻ അനുഭവമാണ്. എന്താ തേൻ അനുഭവം? ഭർത്താവിൻ്റെ മനസ്സിന് ഭാരം വന്നു മുറി വരുമ്പോൾ അടുപ്പിന്ന് കേൾക്കുന്ന ഭാര്യ, ആശ്വസിക്കുന്ന ഭാര്യ, സാന്ത്വനത്തിന് വാക്ക് പറയുന്ന ഭാര്യ, കുത്തുവാക്ക് പറഞ്ഞ് മുറിപ്പെടുത്താതെ സാന്ത്വനത്തിന് അടുത്തിരിക്കുമ്പോൾ അതാണ് തേൻ അനുഭവം. ഭാര്യയെ നൊമ്പരം വരുമ്പോൾ ചുമ്മാ വേദനിപ്പിക്കാതെ അടുത്തിരുന്ന് ആശ്വസിക്കുന്ന ഭർത്താവ്, അതാണ് തേൻ അനുഭവം. കുഞ്ഞുങ്ങൾക്ക് തോൽവി വരുമ്പോൾ സാരമില്ലാന്ന് സാന്ത്വനത്തിന്റെ വാക്ക് പറയുന്ന അപ്പനമ്മ, അതാണ് തേൻ അനുഭവം. തേനനുഭവം ഇല്ലെങ്കിൽ ഡൈവോഴ്സിന് പോകും. തേനനുഭവം ഇല്ലെങ്കിൽ മതമായി കല്യാണം കഴിക്കും. തേനനുഭവം ഇല്ലെങ്കിൽ ആത്മഹത്യക്ക് പോകും. തേനനുഭവം ഇല്ലെങ്കിൽ മക്കൾ ഒഴിച്ചു പോകും. ഈ പാലും തേനും കൊടുക്കുന്ന അനുഭവം, ഇതാണ് കുടുംബമെന്ന കാനാൻ ദേശം. വീട് കാനാൻ ദേശമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്രമമാണ്. ഒരിക്കലും സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം മക്കളോടോ ആങ്ങളമാരോടോ വീട്ടുകാരോടോ ഒരു ഭാര്യ മരിച്ചാലും പറയല്ല. തൊണ്ട പിടുത്തോ നുണഞ്ഞത് കാശിയിലെ വീട്ടിലെ വെള്ളത്തിൽ അത് ചേർത്ത് ഒരിക്കലും ഭർത്താവിൻ്റെ കുറ്റം പറയല്ലേ. ഒരിക്കലും സ്വന്തം ഭാര്യയുടെ കുറ്റം കൂട്ടുകാരോടോ പെങ്ങന്മാരോടോ വീട്ടുകാരോടോ അന്തസ്സുള്ള വീട്ടിൽ ഷെയർ ചെയ്യരുത്. ഭാര്യ ഭർത്താക്കന്മാരും ഒരു മിസ്റ്ററി, ഒരു മഹാരഹസ്യം, അതിനൊരു രഹസ്യത, നിങ്ങൾക്കിടയിൽ രഹസ്യം അവിടെ കയറും. ആരോടും ഷെയർ ചെയ്യരുത്. ഒരിക്കലും മക്കളെ കേട്ട് അപ്പൻ കഴിവില്ലാത്തവനാ ആ രീതിയിൽ അമ്മ മിണ്ടരുത്. ഒരിക്കലും മക്കളെ കേട്ട് ഭാര്യ കരുതയാ ഭർത്താവ് പറയല്ല. ഒറ്റയ്ക്ക് പലതും പറയാം. മക്കളെ കേട്ട് പൊക്കി പിടിക്കണം, ഉയർത്തി പിടിക്കണം. അവിടെയാണ് വീട് കാനാൻ മാറുക. 4 ആൻറ്റിമാർ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വർത്താനം പറയാം. ഒരാൻറ്റി പറഞ്ഞു, എൻ്റെ കെട്ടിടം ഒരു മഹാകിഴങ്ങൻ, 7 പെണ്ണുങ്ങൾ വരും വായു പിടിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടെ കിഴങ്ങിനെ കിട്ടിയല്ലോ. രണ്ടാമത്തെ കിഴങ്ങൻ അതിനേക്കാൾ കിഴങ്ങൻ എപ്പോഴും ഫോണിൽ തന്നെ ടി വി നിർത്തിയിരിക്കും. മൂന്നാമത്തെ ഉണ്ട് എൻ്റെ കെട്ടിടം അതിലും കിഴങ്ങൻ, പാൻപരാഗ്, മൈക്ക്, പോകലി, കണ്ണുകൂടി എന്തൊരു നാറ്റമാണ്. അപ്പം 4ാമത്തെ സ്ത്രീകളൊക്കെ നമ്മുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ കുറിച്ച് അങ്ങനെ കാട്ടി പറയാൻ, അങ്ങനെ പറയാനൊക്കെ ആണെങ്കിൽ ഏറ്റവും കിഴങ്ങിനെ കുറിച്ച് എന്തെല്ലാം പറയാനുള്ളത്.
ഞാനായിട്ടൊന്നും വേണ്ടുന്നില്ലല്ലോ. വീട് കാനാൻ ദേശമാകും. ബഹുമാനത്തിന്റെ ആദരവിന്റെ കാനാൻ ദേശം. വീട് കാനാൻ ദേശമാകാനുള്ള ഏക മാർഗം പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. പഴയ നിയമത്തിലെ 10 കമാൻഡ്മെന്റ്സ് അത് ഫാമിലിയുടെ നിയമമാണ്. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനില്ലാതെ മറ്റു ദൈവമുണ്ടാകും. കുടുംബം കാനാൻ ദേശമാണ്. ദൈവദിനം 1-ാം സ്ഥാനം. ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരിക്കലും വീഴ്ച വരുത്തരുത്. സഭയുടെ സംരംഭങ്ങളിൽ ചേർന്നതാണ്. സന്ധ്യാപ്രാർത്ഥനകൾ, വേദപുസ്തക വായനകൾ, ദൈവവുമായി ബന്ധപ്പെടാവുന്നതെല്ലാം ശരിക്കും ആഘോഷിക്കണം. ദൈവത്തോട് ബന്ധം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ഇന്ന് പ്രാർത്ഥനാ സമയം പലർക്കും സീരിയൽ മോഷ്ടിക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. കുറേയേറെ നാൾ മുമ്പ് എൻ്റെ അമ്മയുടെ ആങ്ങളെ ഞാൻ രാത്രി ഫോണിൽ വിളിച്ചു. അങ്ങനെ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊട്ടും തമ്മിൽ കാണുക. പിന്നെ ഞാൻ വിളിയില്ല. അങ്ങനത്തെ ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. ഞാനിപ്പോൾ വരുന്നത് ഒഴുവൂരിൽ നിന്നാണ്. ഒഴുവൂരിൽ 70 വയസ്സുള്ള ആൻറ്റി കഴിഞ്ഞ മാസം അയൽവക്കത്തെ 20ഓളം കുട്ടികൾ ജിലേബി, ലഡു, മധുരപലഹാരം വിതരണം ചെയ്തു. ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ അല്ല, വിവാഹ വാർഷികമല്ല, പിന്നെ ജിലേബി ലഡു? ആൻറ്റിയുടെ മറുപടി, 6 മാസമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു. അതിൻ്റെ സന്തോഷമാണ് ലഡു നടത്താൻ കൊടുക്കുക. ദൈവത്തിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കും. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ദമ്പതികൾ 3 വാക്കുകൾ പിശുക്കില്ലാതെ പറയാം. 1-ാം സ്ഥാനം ദൈവത്തിനുള്ളോ കുടുംബത്തിൽ 3 വാക്കുകൾ. 1, പ്ലീസ്. 2, സോറി. 3, താങ്ക് യു. ദമ്പതികൾ പറയേണ്ട 3 വാക്കുകൾ. പ്ലീസ്, സോറി, താങ്ക് യു. എന്താ പ്ലീസ്? പഴയകാല അപരമാർക്ക് പഠിത്തമില്ല. അവിടെ പഠിക്കാൻ പറ്റാതെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടി, ചോറെടുക്കടി, ചായ എടുക്കടി, കരി വലത്തടി. ആ കാലം മാറി. ഇന്ന് എഡ്യൂക്കേറ്റഡ് ജനറേഷൻ. പഠിത്തമുണ്ട്, അവിടെ കൽപ്പനയില്ല. മോളെ ചായ കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ എല്ലാം ഓക്കെ അല്ലേ? ഡയലോഗിൻ്റെ ഭാഷയാണ്. പ്ലീസ്. ഭാര്യ ഭർത്താവിനോട് 3 ദിവസമായി പഞ്ചസാര തീർന്ന കാര്യം പറയും. ഇന്നും കൂടെ മേടിച്ചത് സത്യമായിട്ടും നാളെ പഞ്ചായത്തില്ലാത്ത കട്ടൻ കാപ്പി കേൾക്കേണ്ടി വരുന്നു. ആ രീതി മാറി. സൗഹൃദത്തിൻ്റെ ഭാഷ, ഡയലോഗിൻ്റെ ഭാഷ, സംഭാഷണത്തിൻ്റെ ഭാഷ. പ്ലീസ്. 2, സോറി. തെറ്റുപറ്റിയോ സോറി പറയണം. കാരണം പകല് ഓടി നടന്ന് പണി ചെയ്യുമ്പോൾ ഒരു അനുശോചനം വരുമ്പോൾ വേദന പോകും. പക്ഷെ രാത്രി ഉറങ്ങുമ്പോൾ അത് രക്തത്തിക്കരുത്. അത് പകയാകും, വെറുപ്പാകും 2 നാൾ കഴിയുമ്പോൾ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കോപം അസ്തമിച്ചിരിക്കണം. ഓരോ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്ന് പറ്റിയ തെറ്റ് ഏറ്റു പറയാം. അരിശമെന്ന ഭാര്യ പകല് കെട്ടിനോട് പറയുക, താൻ പോക കഴിയും വണ്ടി ശാസ്ത്രത്തോട് ശാസ്ത്രത്തിൽ പറഞ്ഞാലല്ലോ കാലൊടിഞ്ഞാൽ ഇവിടെ തന്നെ വേണം ഒഴിവുകെട്ട വെച്ച് കെട്ടാനും. രാത്രി സോറി കേട്ടോ, മൂടോട്ട് ഇപ്പം പറഞ്ഞതാ, ഒന്ന് മനസ്സിൽ വെച്ചേക്കും. സോറി. ഭർത്താവ് ഭാര്യയോട്, നീ ചത്തായിരുന്നെങ്കിൽ ഈ വേല തന്നെ കഴിക്കാതെ ഒരിക്കലും കൃഷിയല്ല, മടുപ്പിൽ തന്നെ ഇത് പറയുന്നത്. ഇപ്പം ശാന്തമാൻ പറയണം. എൻ്റെ അരിശോണ്ടാവുക. കോപിക്കുമ്പോൾ പലതും പറയാം. ഭാര്യയുടെ ഭർത്താവ് പറയണം, എൻ്റെ പേരെ, എൻ്റെ മരണം വരെ നിന്നെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഭാര്യ പറഞ്ഞു, ഞാനെങ്ങാനും മരിച്ചാലും ഇല്ലാതെ എനിക്ക് പ്രാന്ത് പിടിക്കും. പ്രാന്തൊക്കെ പിടിക്കട്ടെ, ആ വേദനയിൽ പെണ്ണുങ്ങളിൽ പോയി കേട്ടു. അവൻ എൻ്റെ പ്രാന്ത് പിടിച്ചാൽ എന്നൊക്കെ കാണിക്കുന്നു. ആർക്കാ പറയാൻ പറ്റുന്നത്? അവൻ ചില വാക്കുകൾ വരെ മനുഷ്യമായ വാക്കുകൾ അവിടെ സോറി പറയാം. 1, പ്ലീസ്. 2, സോറി. 3, താങ്ക് യു. എന്താ താങ്ക് യു? അപ്പം ഈ സോറി പറയുമ്പോൾ 3 കാര്യം ഓർത്തോ. കോപം വരുമ്പോൾ ദമ്പതികൾ വർത്താനം പറയാം. അതാണ് ദാമ്പത്യ മനഃശാസ്ത്രം. കോപം വരുമ്പോൾ ദമ്പതികൾ സംസാരിക്കുക.
കോപത്തിൽ സംസാരിക്കുന്നത് ഉള്ളിലെ പിശാച. കുറച്ച് കഴിഞ്ഞ് തോന്നിച്ചു അങ്ങനെ പറയേണ്ട ആ ചിന്ത ഉണ്ടാകും. ഭാര്യയ്ക്ക് ഭർത്താവിന് കോപം വന്നു മെഡിക്കൽ ഭാര്യ കിച്ചണിൽ ചെല്ലുക, വാഹന സാരിക, ഗ്യാസ് ഓൺ ചെയ്യുക, ചീനിച്ചെടി അരിഞ്ഞു വെക്കുക, എണ്ണ ഒഴിക്കുക, തിളയ്ക്കുമ്പോൾ ഉള്ളി അരിഞ്ഞിടുക, കരിവേപ്പില മുറിച്ചിടുക, കടുക് ശരിക്കുക, ഒരു കടുക് വലത്തുക. അങ്ങനെ വലത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒലത്തിയ വർത്താനം വായിക്കുന്നതിലും അല്ലെങ്കിൽ സാധിക്കും. കോപം വരുമ്പോൾ വർത്താനം വരും. ഭർത്താവിന് ഭാര്യയുടെ കോപമാണ്. മൊബൈലിൽ എടുക്കുക, മുറിച്ചിടുക. ഒരു മാസം വന്ന എല്ലാ മാസവും കിള്ളി മാറി ചോദിക്കൊണ്ടിരിക്കുക. തണുപ്പുകളെ വർത്താനം പറയാവും. അപ്പോൾ നമുക്ക് കോപം വരുമ്പോൾ വർത്താനം പറയാം. 2 ബി നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. ദാമ്പത്യത്തിൽ നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കും. ഓർക്കാപ്പുള്ളൊരു സാമ്പത്തിക ആവശ്യം ചത്തേക്കാം, ആണക്കേണം, ജീവിക്കണം. അതുകൊണ്ട് വർത്താനം പറയല്ലേ. ഭാര്യയ്ക്ക് പരാജയം വന്നു, എന്നാ ജീവിതമാണ് അവസാനിപ്പിച്ചേക്കാം. കുഞ്ഞുങ്ങളുടെ തീരുമാനത്തിൽ അല്പം മുറിവ്, ഇനി എല്ലാത്തിനും അവസാനിപ്പിച്ചേക്കാം. നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. നിരാശ വരുമ്പോൾ ദൈവത്തോട് ആലോചിക്കണം. ഒത്തിരി നിരാശ വരുമ്പോൾ ഈ പള്ളിയിലേക്ക് വരണം. ഒത്തിരി നിരാശ വരുമ്പോൾ നമ്മൾ വേദപുസ്തകം എടുക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ചില നിർദ്ദേശങ്ങൾ തരും. അത് വല്ല വാക്കാണല്ലോ OTP. എന്താ OTP? 1 day password. ചില രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോഴും OTP നമ്പർ വരും. അത് ഡയൽ ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ ക്രിസ്താവും. ഇതുപോലെ ഒരു OTP. യോസേഫിന് ടെൻഷൻ വന്നു, പ്രാർത്ഥിച്ചു, ഒരു OTP, നീ അവളെ സ്വീകരിക്കുക. മറിയത്തിന് ടെൻഷൻ വന്നു, പ്രാർത്ഥിച്ചു, ഒരു OTP, ധൈര്യമായിരിക്കുക, ദൈവമുണ്ട്. സാരമില്ല, നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുള്ള ചില മെസ്സേജ് ദൈവത്തിൽ. നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3 ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. കുടുംബത്തിൽ ശ്രദ്ധിക്കണം. ചുമ്മാ സന്തോഷം വരുമ്പോൾ വെറുതെ വാഗ്ദാനം കൊടുക്കരുത്. ഭാര്യ ഒരു നല്ല കരിമീൻ പൊളിച്ചത്, നല്ല രുചി, കെട്ടിയോ കൂട്ടിയിട്ട് പറയുക, എന്നാ ടേസ്റ്റ് ആക്കി, നിന്നെ അടുത്ത ബർത്ത്ഡേക്ക് ചേട്ടൻ ഒരു പവന് ഡിസ്കൗണ്ട് സ്വർണ്ണമാല ഒരു സമ്മാനം എടുത്ത് കൊടുക്കാൻ പറ്റിയാലേ പറയാമോ. കൊടുക്കാൻ പറ്റിയില്ലേ അടുത്ത ബർത്ത്ഡേക്ക് ഡിസ്കൗണ്ടൻസ് കഴിക്കുന്നുണ്ടാവും. ആവശ്യമായ വാഗ്ദാനം കൊടുക്കരുത്. 1 കോപം വരുമ്പോൾ വർത്താനം പറയും. 2 നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3 ആഘാതം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. 1 പ്ലീസ് 2 സോറി. 3 താങ്ക് യു. പിശിക്കില്ലാതെ നന്ദി പറയാം. എത്ര വർഷം കഴിഞ്ഞാലും ഭാര്യ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഭർത്താവ് താങ്ക് യു പറയണം. ഭർത്താവ് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഭാര്യ താങ്ക് യു പറയണം. അതിന് പിശുക്ക് വരെ ഇന്ത്യ വിട്ടാൽ എപ്പോഴും ഈ താങ്ക് യു കാണാം. ഭർത്താവ് നല്ല ചുരിദാർ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്തു. ഭാര്യ പറയും, താങ്ക് യു മാൻ, നല്ല മാച്ചിങ്. ഭാര്യ നല്ല ഒരു ഓംലെറ്റ് കൊടുത്തു, താങ്ക് യു ഹണി, നല്ല ടേസ്റ്റാണ്. ഇത് കേട്ടേച്ച് ഇന്ന് രാത്രി 9:00 ഭാര്യ ചോറും പപ്പടം കാഴ്ചയും ചെറുതും കൊണ്ടുപോകും. താങ്ക് യു ഡിസമ്മ കഴിക്കും പട്ടി പിടിച്ചത് നിമിഷം വഴി ജീവിതം കൊണ്ട് ഒരു താങ്ക് യു കാണിക്കണം. താങ്ക് യു. ഞാൻ 100 ദമ്പതിമാരെ ഞാൻ ലീവ 60 ദിവസം ഭർത്താവും ഭാര്യയും കൂടി കൗൺസിലിങ്ങിന് എന്നെ മുന്നിൽ രണ്ടുപേരുടെ മുഖം വല്ലാതെ പാടിയിരിക്കും. കൗൺസിലിങ് കനിമ പിടിയില്ല, കുഴപ്പം കിട്ടിയത് നേരാ. ഒരു നല്ല വാക്ക് പോലും ഭാര്യയോട് പറയാൻ ഭാര്യ കഴിഞ്ഞു. ഇത് കേൾക്കാൻ നല്ല ആഗ്രഹം. ഞാൻ വെറുതെ ഭാര്യ നല്ല ചക്കുകുരുമാങ്ങ കരി വെക്കുമ്പോൾ കൊള്ളാവുന്ന മോളേന്ന് ഒരു നല്ല വാക്ക് പറയണം. കരി വരക്കുമ്പോൾ മുരിക്കണം അടിച്ചു വാരുമ്പോൾ തുണി അരക്കുമ്പോൾ കൊള്ളാവുന്നതെന്ന് ഒരു നല്ല വാക്ക് പറയാം. ഭർത്താവ് പറഞ്ഞു, ഞാൻ മാത്രമല്ലത്, അവളും പിള്ളേരും തിന്നുന്നില്ലേ, ഞാൻ തന്നെ നല്ലത് പറയണം. ഞാൻ പറഞ്ഞു, ചെമ്മീൻ വലിയക്കായി കൈവച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡ് ഭാര്യ കിട്ടിയത്. ഏറ്റവും നല്ല വാക്കുണ്ട്, പിശിക്കാതെ നല്ലത് പറയണം. സമ്മതിച്ചു. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു പോയി. തിങ്കൾ രാത്രി സാധാരണ 8 മണിക്ക് കിട്ടുന്ന ഭക്ഷണം ചൂട് കഞ്ഞി, വൻപയർ കുരുമുളക് കിട്ടുന്നത്, കടുമാങ്ങ കിട്ടും,
പിന്നെ തേങ്ങാച്ചമ്മന്തി കിട്ടും. ഇതാണ് ഐറ്റം. ഞാൻ നോക്കിയിരിക്കുക. പ്രതീക്ഷയിൽ വിവിധമായി ഭാര്യ ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വെച്ച് ചക്കപ്പുഴുക്കു, മറ്റൊരു പാത്രം നിറയെ വാരത്തരച്ച കോഴിക്കറിയായിട്ടു. കഞ്ഞി ചമ്മന്തി കാക്കപ്പഴം, ചക്കപ്പുഴുക്കും കോഴിക്കറി. ഇവൻ പുഴുക്ക് മൊത്തം നിന്നും പ്ലേറ്റ് പഠിച്ചു മതി. കഷ്ണം മൊത്തം കൂടി അല്പം നീട്ടിലേക്ക് ഒരു ഏപ്പപ്പൂ കിട്ടും. അപ്പോഴാണ് അച്ഛമ്മൻ്റെ കാര്യം നല്ലത് പറയാനേ. അവന് എൻ്റെ ജെസിമോളെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമല്ലെങ്കിൽ ഒറ്റ കഴിച്ചത്. എന്തിനാണ് ഈ കരുന്നത്? ജോസഫ് പറഞ്ഞിട്ടായിരുന്നു നല്ലത് കിട്ടുമ്പോൾ നല്ലത് പറയണം. ഭാര്യ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ശരിയാ. എന്നാൽ എൻ്റെ മനുഷ്യ 31 വർഷക്കാലം ഞാൻ എനിക്ക് വെച്ച് വെള്ളം തിന്നിട്ടു. എനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽപക്കത്തെ ആൻസമ്മയുടെ പുഴുക്കം തനി കിട്ടിയപ്പോഴല്ലേ എനിക്ക് നല്ലത് പറയാനുള്ളത്. എവിടെ കിട്ടിയത് അതിൽ വേണം പറയാനായിട്ട്. ദൈവത്തിന് നന്നാസാൻ കൊടുക്കുമ്പോൾ ചില പ്രമാണങ്ങൾ നമ്മൾ പാലിക്കണം. ദൈവ പ്രമാണങ്ങൾ. 2, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ഡോണ്ട് മിസ്യൂസ് ദ ഹോളി നെയിം ഓഫ് ഗോഡ്. ദൈവനാമം മലിനമാക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനകത്ത് തെറി പറയുന്ന ഒരപ്പനാകരുത്, തെറി പറയുന്ന ഒരമ്മയാകരുത്, ചീത്തവാക്ക് വായിന്ന് വരും. ചില മനുഷ്യർക്ക് എപ്പോഴും നല്ല മനുഷ്യരാണ്, പക്ഷേ അരിശമൊന്നും ചുമ്മാ തെറി പറയുക. ചീത്ത വിളിക്കുന്ന അപ്പന് മക്കളുടെ മനസ്സിൽ പട്ടപ്പൂച്ച്, ചീത്ത വിളിക്കുന്ന അമ്മ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പട്ടപ്പൂച്ച്. മോശമായ വാക്ക് പറയുന്ന പങ്കാളിക്ക് പാട്ടം വില കൊടുക്കുകയല്ല. ലോകത്തിൽ എല്ലാ ഭാഷയിലും തെറിയുണ്ട്. ലോക ഭാഷകളിൽ തെറി ചെറിയ തെറിയാണ്. സ്റ്റുപ്പിഡ് കഷ്ടം അത്രയേ ഉള്ളൂ. പക്ഷേ ഏറ്റവും വലിയ തെറി ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിലാണ്. മലയാളത്തിൽ ഏതക്ഷരം കൊണ്ടും ഒരു തെറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഗിന്നസ് ബുക്കിലെ ഏറ്റവും കൂടുതൽ തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി പ്രധാന തെറിയാണ്. ഒരു തെറിയുടെ വേളം 1 മിനിറ്റ് 3.5 സെക്കൻഡ്. അതിനോടടക്കം ആരും തെറി കേട്ടോ. തെറി കേട്ടതിൻ്റെ 7 തലമുറകളുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തല്ലൂരി കണ്ടുപോയ ഒരു അന്താരാഷ്ട്ര തെറിയുന്ന ചീത്തവാക്കുകൾ പറയാൻ ദൈവനാമം മലിനമാക്കരുത്. 3, കുടുംബം കാനാദേശമാകണം. കർത്താവിൻ്റെ ദിവസവും പരിശുദ്ധമായി ആചരിക്കും. ഒപ്പം കർത്താവിൻ്റെ മണിക്കൂർ. അതാ 3-ാം പ്രമാണം. ഞായറാഴ്ച വിശുദ്ധിയോടെ കുറിച്ച് എൻ്റെ അമ്മയായ സഭ ഒബ്ലിഗേറ്ററി ബേസിലുള്ള ദിവസങ്ങൾ ഞാൻ ആഘോഷിക്കാം. ഞായറാഴ്ച എൻ്റെ ജീവിതത്തിലെ 3 ഭാഗങ്ങളിൽ ദശാംശം കർത്താവ് കൊടുക്കണം. സമയത്തിന് ദശാംശം കാറ്റഗിസം പഠിപ്പിക്കാം, പ്രാർത്ഥനയിൽ പങ്കെടുക്കാം, ചർച്ച് ആക്ടിവിറ്റീസിൽ ശരിക്കും ഇൻവോൾവ് ചെയ്യാം. സമയത്തിന് ദശാംശം എൻ്റെ പണി കൊടുക്കണം. ബാക്കി സമയമൊക്കെ വീടിന് വേണ്ടി ആയിട്ട് നടക്കുമ്പോൾ ഞായറാഴ്ച സമയത്തിന് ദശാംശം കമ്പനിന് കൊടുത്തിരിക്കണം. അതുപോലെ ആരോഗ്യത്തിൻ്റെ ദശാംശം ബെഞ്ച് പിടിച്ചിലും കസേര പിടിച്ചിലും അടിച്ചു വൃത്തിയാകും. ആരോഗ്യത്തിൻ്റെ ദശാംശം. 3, സ്വത്തിൻ്റെ ദശാംശം. ഞായറാഴ്ച ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് കരിയുടെ പോലെ 10 രൂപ എഴുതുന്നതാണ്. ആ കർമ്മക്കാരൻ്റെ പൈസയാണ്. കർമ്മക്കാർക്ക് 10 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ രീതിയിൽ എന്നും എത്ര ഉണ്ടെങ്കിലും 10 രൂപ. 1000 വയ്ക്കുമ്പോൾ എൻ്റെ സ്വന്തം ഇടത്തേക്ക് 1000 കൊടുക്കണം. 500 വരുമ്പോൾ 500 കൊടുക്കണം. 10 ഉണ്ടെങ്കിൽ 11 ഒന്നും കൊടുക്കണം. ഉടനെ പോലും കൊടുക്കണം. ഒരമ്മയും 7 ദിവസത്തെ പോലും ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക. അമ്മ പറഞ്ഞ പോലെ എന്നാ ഉണക്കപ്പള്ളിയാണ്. ഓർഗന് ശബ്ദമില്ല, കുർബാനയ്ക്ക് ഭക്തിയില്ല, കാലിന് കാറ്റില്ല, കസേരയ്ക്ക് ബലമില്ല, ബെറ്റലൊക്കെ പൊടി. മോൻ്റെ മറുപടി, എൻ്റെ അമ്മ 10 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായില്ല. കാണുന്ന അമ്മ ശരിവിടുന്ന ഒരു 10 രൂപ. സ്വത്തിൻ്റെ അംശം പള്ളിക്ക്, സമയത്തിൻ്റെ അംശം പള്ളിക്ക്, ആരോഗ്യത്തിൻ്റെ അംശം പള്ളിക്ക്. കർത്താവ് ദിവസം പരിശുദ്ധമായി ആചരിക്കും. ഒപ്പം ഒരു കർത്താവിൻ്റെ മണിക്കൂർ. നമ്മുടെ വീട് കർത്താവിൻ്റെ മണിക്കൂറുകൾ. അത് രാത്രി 7-നും 9-നും ഇടയിൽ. 9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം. 7 മുമ്പ് ഒരുപാട് ചെയ്തു. 7-നും 9-നും ഇടയിൽ ഒരു പ്രാർത്ഥന കുടുംബത്തിൽ വേണം. 20 മിനിറ്റ് പറയാത്ത ഒരു പ്രാർത്ഥന
കുടുംബത്തിൽ നമുക്ക് വേണം പ്രാർത്ഥനാന്തരീക്ഷം. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ മക്കളും പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥനയില്ലേ, കുഞ്ഞുങ്ങൾ എത്ര എഴുതിയാലും അപ്പനമ്മമാര് പ്രാർത്ഥനാ വിശ്വസത കളയാൻ സൂക്ഷിക്കുക. ഇന്നെനിക്ക് നാളെ മക്കളെ സാധിക്കും. അപ്പനും അമ്മ എങ്ങനെയാണോ അങ്ങനെയല്ല മക്കൾ. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാൽ ഒരു വാക്ക് തെറ്റിച്ചേ പറയും, യൂണിവേഴ്സിറ്റി. അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സാർ കിള്ളിയും കിഴിക്ക് നുള്ളി അടിച്ചു. അവൻ അതിനോട് പറഞ്ഞു യൂണിവേഴ്സിറ്റി. സാർ അപ്പനോട് പറഞ്ഞു, എനിക്കൊറ്റ ആഗ്രഹം, ഞാൻ റിട്ടയർഡ് ആകുമ്പോൾ നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയിപ്പിക്കണം. ഓരോന്നും എഴുന്നേക്കും, ചെവിയിൽ വെടിവെക്കണം, യൂണിവേഴ്സിറ്റി പറഞ്ഞു പഠിപ്പിക്കണം. അപ്പോൾ പറഞ്ഞു, സാറെ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാസിറ്റി അത്ര എങ്ങനെയാണ് അപ്പനമ്മ ആദ്യ മക്കളാണ്. അപ്പോൾ നമുക്കൊരു പ്രാർത്ഥന അന്വേഷിക്കുന്നത് കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കണം. നമുക്കൊണ്ടേ മക്കളെയും കൊടുക്കാൻ പറ്റുള്ളൂ. കർത്താവ് ഞാൻ ആഫ്രിക്കയിലെ നൈജീരിയയിൽ ധ്യാനിപ്പിക്കുക, ലാഗോസ്. അവിടെ കുടുംബങ്ങൾ 90% പേരും ക്രിസ്ത്യൻ വിശ്വാസികൾ. അപ്പനും അമ്മയുണ്ട്, മിക്ക വീട്ടിലും 10 മക്കൾ, എല്ലാ വീട്ടിലുമുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് ചൂട് പാല് കുടിച്ച് ഇവര് പണിയാൻ പോകും. 4 മണിക്ക് പണി കഴിഞ്ഞ് വന്നിട്ട് എന്തോ ഫ്രൂട്ട്സ് കുളിച്ചിട്ട് അവരുടെ പറമ്പിൻ്റെ അരിയിലേക്ക്, എല്ലാ വീട്ടിലെ മുറ്റത്തുനിന്നും പറമ്പിൻ്റെ അരിയിലേക്ക് 12 വഴി വെട്ടിയിട്ടുണ്ട്. എല്ലാ വീട്ടിലും 12 പേരുണ്ടോ, 12 വഴി. ആ നിശ്ചയിക്കപ്പെട്ട വഴികൾ പോയി പ്രാർത്ഥിക്കും. കൈയടിച്ച് സുരിച്ച കാശ് തുള്ളിച്ചാൽ രാത്രി എന്തോ കുറുക്കം കിച്ചിരിക്കുന്നത്. അമ്മയുടെ ജോലിയാണ് പ്രാർത്ഥിക്കാൻ പോകാത്തവരെ റിമൈൻഡ് ചെയ്യുക, ഓർമ്മിപ്പിക്കുക. അമ്മ പറയും, മോളെ നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകിടുത്തല്ലോ. മനുഷ്യ പ്രാർത്ഥന വഴിയിൽ പുല്ലുകിടുത്തല്ലോ. കുറേ നാളായല്ലോ പ്രാർത്ഥിക്കാൻ പോയിരുന്നുള്ളതാണ്. ഓർമ്മിപ്പിക്കുന്ന പരമ നമ്മൾ മുഖം നോക്കി മുടിയിരുന്ന കണ്ണാടി ചോപ്പ് കൊണ്ടോ സ്കെച്ചിലോ എഴുതി വെക്കണം. എൻ്റെ കർത്താവിന് വേണ്ടി ഒരു 10 മിനിറ്റ്, എൻ്റെ കർത്താവിന് വേണ്ടി. അത് പ്രാർത്ഥനയുടെ കാര്യം നമ്മളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കർത്താവ് ദിവസവും കർത്താവ് മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. 4, കുടുംബം കാരാന്വേഷമാകണം. റെസ്പെക്ട് ദ പേരൻസ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ബൈബിള് പറയും, നല്ല കാലത്തോടും ഈ ഭൂമിയിൽ ജീവിക്കാൻ നിന്റെ അപ്പനെ ബഹുമാനിക്കണം, നിന്റെ അമ്മയെ സ്നേഹിക്കണം. അന്ത്യവിധി മത്തായി 25:31 മുതൽ 46 വരെ 5 ചോദ്യങ്ങളാണ് കർത്താവ് ചോദിക്കുക. കുടുംബജീവിതത്തിലെ അന്ത്യവിധി മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിന്റെ വെളിച്ചത്തിലാണ് അന്ത്യവിധി. 1, നീ വിശന്നു ഭാവിച്ചു, ഭക്ഷണം തന്നോ, പാനീയം തന്നോ. നമ്മൾ പറയും ജില്ലാശുപത്രി, അനാഥശാലകൾ, വൃദ്ധമന്ദിരങ്ങൾ ഭക്ഷണം കൊടുത്ത് പാനീയം കൊടുത്തു. കർത്താവ് പറയും, മോളെ നിന്റെ പെരയ്ക്കകത്ത് അപ്പ എന്ന് വിളികേട്ട് കൊതിയില്ലാത്ത ഒരപ്പനുണ്ട്, അമ്മ എന്ന് വിളികേട്ട് കൊതിയില്ലാത്ത ഒരമ്മയുണ്ട്. അപ്പ എന്ന് വിളിക്കാൻ, അമ്മയെന്ന് വിളിക്കാൻ, സ്നേഹത്തിന്റെ ഭക്ഷണം കൊടുത്തോ, സ്നേഹത്തിന്റെ പാനീയം കൊടുത്തോ. കൊടുത്തെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. 2, ഞാൻ രോഗിയായിരുന്നു, നിന്നെ ആശ്വസിപ്പിച്ചോ. രോഗാവസ്ഥയിൽ വീട്ടിൽ ഒരമ്മയുണ്ടോ അപ്പനുണ്ടോ, ആർക്കും കൊടുക്കേണ്ട കരുതലാണ്. അപ്പൻ്റെ കണ്ണ് കാണിയല്ല എന്നും പറഞ്ഞ് ദൂരത്തോട് പോകുമല്ല, അപ്പന് തൊടാവുന്ന ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കഴിക്കാതെ തൊണ്ട വിടുന്ന പോലെ അമ്മയോട് ഞാൻ വർത്താനം പറയണം, അല്ലെങ്കിൽ മക്കളെ കൊണ്ട് വർത്താനം പറയിപ്പിക്കണം. ഒന്നുമല്ലേ, ചുമ്മാ മൂളി കേൾക്കണം. പ്രായമായ കാരണന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ചുമ്മാ മൂളുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോടി, പിന്നെ ഞാൻ മൂളാത്തത്. ചില മക്കളും മൂളുന്ന കേട്ടാൽ പൊമരേനെയും പറ്റി വഹിക്കുന്നവരാ ചില മക്കളുടെ കൂടെ. ഒരു 3 വർഷം കൂടി ജർമ്മനിയിൽ യമദാമന്മാര് പിത്തം തമം ചൊമാപല അല്ലാത്ത യമദം അങ്ങനെയില്ല. അംഗീകരിച്ചത് അവൻ്റെ പോലെ അവരുടെ ഓയിസാരി ബ്ലൗസ് കഴിഞ്ഞ ആഴ്ച എലി വെട്ടി. എലി എന്താ പോലെ പെരേനിയ
അനുഗ്രഹിക്കണം, മുകളിൽ കേൾക്കണം, കേൾക്കാൻ സമയം വേണം. രോഗിയായിരുന്നു, ആശീർവദിച്ചു. 3, ഞാൻ പരദേശിയായിരുന്നു, എനിക്ക് പാർപ്പിടണം. പരദേശിയായിരുന്നു, എനിക്ക് പാർപ്പിടണം. ആരാ പരദേശി? നമുക്കിന്ന് പരദേശി എന്ന് കേരളത്തിൽ പറയുന്നത് ബംഗാളി, ബീഹാറി, ജാർഖണ്ഡ്, ഒറീസക്കാർ, പള്ളിയാർ. 32 ലക്ഷം പരദേശികൾ ഇന്ന് കേരളത്തിൽ ജോലി ചെയ്തു, സർക്കാരിൻ്റെ കണക്കിന്. അതുകൊണ്ട് ഇന്ന് ഈ പരദേശി വന്നുകൊണ്ട് നാട്ടിൽ അമ്മച്ചിമാരൊക്കെ ഹിന്ദി ട്യൂഷൻ പഠിക്കുക. കാരണം ഈ പഠിക്കാനൊന്നും ഹിന്ദി പറയട്ടെ. ഇപ്പം തീർച്ചയായും ഹിന്ദി ഭാഷമാർ ആദ്യമായി ഹിന്ദി പഠിക്കും. അമ്മച്ചി മേൻ ആദ്യം വന്നാൽ അവസാനം എന്നാ വെക്കും പേര് പറ. വേറെ അന്നമ്മ തും ഓ തും ഓ മേൻ അന്നമ്മ അമ്മച്ചി. മേ വന്നാൽ തും വന്നാൽ ഓ. എങ്കിൽ ആപ്പ് വന്നാൽ എന്നാ വെക്കും. സാറന്മാരെ ഞങ്ങൾ പോലെ തിരിച്ചു വെക്കും. ഒരു തമിഴൻ ഡൽഹി ചെല്ലുമ്പോൾ ടാക്സി ഡ്രൈവർ ഇന്ത്യക്കാരനാണ്. അവന് ഹിന്ദി മാത്രം അറിയാം, തമിഴിന് തമിഴ് അറിയാം. ഒരു രക്ഷയില്ല. ഇന്ത്യ ഗേറ്റ് കാണും. പിന്നെ ആഴ്ച കഴിച്ച് വെച്ചു, ഉനക്ക് ഇന്ത്യ ഗേറ്റ് തെരിയുമ, ഉനക്ക് ഇന്ത്യ ഗേറ്റ് തെരിയുമ. ഇന്ത്യ ഗേറ്റ് അറിയാം. ഇന്ത്യക്കാരൻ വീട്ടിൽ ഇന്ത്യ ഗേറ്റ് നിന്റെ അമ്മയാണ് തെരിയുമ. അവരങ്ങനെ ഇന്ത്യ ഗേറ്റ് തെരിയുമ. അവരും ഇന്ത്യ ഗേറ്റ് തെരിയുമ. ഉത്തർപ്രദേശ് പേര പരദേശികളോ നാട്ടിൽ പരദേശികൾ ഇഷ്ടംപോലെ പരദേശികൾ വന്നു പറഞ്ഞു. ഇപ്പൊ വീട്ടിലെ പരദേശിയല്ല, കല്യാണം കഴിച്ച നാൾ മുതൽ മോന്റെ മനസ്സിൽ അമ്മയും നിലയില്ലെങ്കിൽ പരദേശി, മോന്റെ ഭാര്യ അമ്മായിനി ഇവരുണ്ടെങ്കിൽ പരദേശി. ഇപ്പം ഹൃദയ സ്ഥാനത്ത് അതിനാണ് പരദേശിയായത്. 4, നഗ്നനായിരുന്നു വിളിച്ചോ. എന്നാണ് നഗ്നത? നാണങ്ങളുടെ അവസ്ഥ. പെണ്ണ് കെട്ടിയ മോന് അപ്പനും വേണ്ട, അമ്മയും വേണ്ട. കെട്ടിവന്ന മോക്കും ഈ ഇല്ലോസിനോട് യാതൊരു താല്പര്യമില്ല. ആ വീട്ടിൽ അപ്പനമ്മ നാണങ്ങൾ അനുഭവിക്കുന്നു, നഗ്നത. 2 മാസം മുമ്പ് ആലപ്പുഴ മുഹമ്മയെ ഹിന്ദു സമാജത്തിൻ്റെ കുടുംബസ്ഥലം മുഖ്യ പ്രസംഗത്തിൽ എന്നെ വിളിച്ചു. അധ്യക്ഷൻ ഹൈക്കോടതി മുൻകെട്ടി കമാൽ പാഷ. സ്വാഗതം കണ്ട് അയ്യൂരപ്പൻ്റെ ഗായിക ഡൽഹിമ. കമാൽ പാഷ എന്നോട് പറഞ്ഞു, അച്ഛൻ ആൾക്കാരോട് പറയണം, ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം വീട് ഒരിക്കലും ഒരു മകൻ്റെ എഴുതി വെക്കല്ല. കാലശേഷം എൻ്റെ കാലശേഷം എന്ന് എഴുതി വെക്കണം. ഇന്ന് മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. നമ്മുടെ കരുതലല്ല കുഞ്ഞുങ്ങൾ തിരിച്ചു നൽകുക. അങ്ങനെ കുടുംബങ്ങളിൽ അപ്പനൊരിക്കും വിലയില്ലാത്തവർ, മോനും മോൻ്റെ ഭാര്യയും പെരുമാറുന്ന അവസ്ഥ. നഗ്നരായിരുന്നു ഈ നാണക്കേടുന്നത്. പ്രായമായ കാരണവന്മാർക്ക് എപ്പോഴും വീട്ടിൽ ഒരു സ്പേസ്, ആ രീതിയിൽ വർത്താനം പറയാനും മുഖഭാവം പ്രകടിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. നഗ്നരായിരുന്നു കുളിപ്പിച്ചോ. 5, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ മുറി കയറി ഞാൻ തന്നെ അകത്തുനിന്ന് കുറ്റിയിട്ടാൽ അത് ഗൃഹം. ഞാൻ മുറി കയറുമ്പോൾ പുറത്തുനിന്ന് അതിനെ കുറ്റിയിട്ടാൽ അത് കാരാഗ്രഹം. ഞാൻ എൻ്റെ മുറി കയറി അകത്തുനിന്ന് കുറ്റിയിട്ടാൽ ഗൃഹം. ഞാൻ കയറുമ്പോൾ പുറത്തുനിന്ന് കുറ്റിയിട്ടോ കാരാഗ്രഹം. അതുകൊണ്ടാണ് മക്കളും കൊച്ചുമക്കളും വർത്താനം വരുമ്പോൾ വല്യപ്പനും വല്യമ്മയും അപ്പാപ്പനും അമ്മമ്മയും എന്നൊരു സന്തോഷമാണ്. വിദേശത്തുനിന്ന് മക്കളും മറ്റും വരുമ്പോൾ കാരണന്മാരെ കൂടുതൽ ആരോഗ്യം പോയി കഴിയുമ്പോൾ വീണ്ടും രോഗിയാകുന്ന കാണാം. നിങ്ങൾ നിങ്ങളുടെ പ്രായമുള്ള അപ്പനോട് അവരോടും എങ്ങനെ പെരുമാറുമോ അത് മക്കൾ കണ്ടുപിടിക്കും. 70 വയസ്സുള്ള അപ്പാപ്പൻ വലിയ ചാരിസേനെ കാലിൽ വീഴുന്നു, പത്രം വായിക്കും. 7 വയസ്സുള്ള പേരക്കുടി എന്ന് പറഞ്ഞു, വല്യപ്പ കണ്ണട കൂടിയിട്ട് കണ്ണൊന്ന് കാണിക്കാവോ? വല്യപ്പ ചോദിച്ചു, കളിക്കാനാണ്. കാരണം അടച്ചാൽ പറയാം പത്രവായന കഴിയട്ട എന്നിട്ട് കണ്ണടയ്ക്കാം. ഇവൻ പോയി 10 മിനിറ്റ് കഴിഞ്ഞു. വല്യപ്പ വാടാ വായന കഴിഞ്ഞ് കഴിക്കാം. ആ വല്യപ്പൻ്റെ മടി കഴിഞ്ഞു കണ്ണേപ്പിച്ചു നോക്കി. ശരിക്കും മനസ്സിൽ അടിച്ചു. ഓ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായ എന്താവും അതെന്നാടാ എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം,
വല്യപ്പനെ കണ്ണടഞ്ഞാൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും, വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മളെങ്ങനെ പെരുമാറണോ അത് മക്കൾ കണ്ടുപിടിക്കുന്നത്. വീണ്ടും പറഞ്ഞു, 5-ാം പ്രമാണം കൊല്ലരുത്. കുടുംബത്തിൽ അനുഗ്രഹം വേണം. ഒരിക്കലും ഒരു വീട്ടിൽ അബോർഷൻ നടത്തരുത്. ഏതെങ്കിലും കുടുംബത്തിൽ അങ്ങനെ നടന്നുപോയോ പണം ചെലവാക്കി ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പ്രസവത്തിന് പൈസ ചെലവഴിക്കാം, അല്ലെ പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കണം. അങ്ങനെയുള്ള ബന്ധനമുണ്ടാകും. ജെറമിയ 1:5 നിന്റെ അമ്മയുടെ വീട്ടിൽ നീ ഒരു വാക്കുകൾ വിഷമത് ഞാൻ നിന്നെ അറിഞ്ഞു തിരഞ്ഞെടുത്തു. കൊല്ലരുത്. 2 പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം, ജീവിക്കാൻ അനുവദിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ സിറിയൻ സഹോദരനാണ് പാരമ്പര്യനാണ് ജനനത്തിൽ കൂടുതൽ. നമ്മുടെ ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. ആ ജില്ലയിൽ ജനസംഖ്യ ഇല്ലാതെ 2 നിയോജക മണ്ഡലം ഇല്ലാതെ പോയി. 1 പത്തനംതിട്ട, 2 കല്ലുപ്പാറ. പത്തനംതിട്ട പാർലമെന്റേ ഉള്ളൂ, ഇന്ന് അസംബ്ലിയില്ല. അസംബ്ലി ആറന്മുളയാണ് വീണാജോതിയിൽ. അസംബ്ലി പോയി. മറ്റൊരു ജില്ല കോട്ടയം ജില്ല വാഴൂർ നിയോജക മണ്ഡലം പോയി. ഇന്ന് അങ്ങനെ വംശത്തിൽ പോകുന്ന അപകടം. അവിടെയാണ് പരമാവധി മക്കൾ ജന്മം കൊടുക്കണം. ഞാൻ ദുബായിലെ റാസൽഖൈമയിൽ ധ്യാനിപ്പിക്കുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ ജോയി ആലൂക്ക 3 സെന്റ് ജോയി പറഞ്ഞു, 18 മക്കളിൽ ഞാൻ 13ാമത്തേത്. ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ടു ആരെങ്കിലും ദൈവം നമ്മുടെ മക്കളെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ കൊല്ലം പറയുമ്പോൾ ജീവിക്കാൻ അനുവദിക്കണം, ജീവിക്കാൻ അനുവദിക്കണം മനുഷ്യൻ. വീണ്ടും അടുത്ത പ്രമാണം നമ്മൾ കാണുന്നു 6 വ്യഭിചാരം ചെയ്യൽ. വ്യഭിചാരം ചെയ്യൽ എന്താ? വ്യഭിചാരം ചെയ്യൽ, വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ വ്യക്തി സ്വന്തം പാർട്ട്ണറില്ലാതെ മറ്റൊരാളെ മോഹിക്കരുത്. പല ആണുങ്ങളെയും കുഴപ്പം ബോംബെയിലാണെങ്കിൽ 2 ഭാര്യമാരുണ്ട്, പല പെണ്ണുങ്ങളും 2 കെട്ടിയവന്മാരുമുണ്ട്. ഞാൻ തന്നെ വിശദീകരിക്കാം. വിവാഹത്തിന് മുമ്പ് പെണ്ണുങ്ങൾക്ക് സ്വപ്നം, ഞാൻ കഴിയുന്ന പുരുഷന് മമ്മൂട്ടിയുടെ ശരീരഘടന, മോഹൻലാലിൻ്റെ ശരീര നടപ്പ്, പിരിരാജിൻ്റെ കട്ടിമീശ, ഉണ്ണിമുഖൻ്റെ മുത്തിയ മസില് എല്ലാം വേണം. പക്ഷെ ദൈവം തന്നത് കുഴക്കമിൽ പോലെ മെലിഞ്ഞ ഒരാളെ വന്നു കിട്ടിക്കഴിഞ്ഞ് ഈ കട്ടിമീശ തൊട്ടാൽ അതാണ് ഹൃദയത്തിലെ വ്യഭിചാരം. ആണുങ്ങളുടെ സ്വപ്നം, ഞാൻ കഴിയുന്ന പെണ്ണിന് 80കളുടെ ശോഭനയുടെ വണ്ണം, 90കളുടെ ദിവ്യാംബിയുടെ മെലിഞ്ഞ കടിഞ്ഞ്, 2000-ലെ കാവ്യമാധവന്റെ തുറിച്ച കണ്ണ്, 2010-ലെ സമുദ്രാസുരന്റെ കോമ്പല്ല് ഒക്കെ വേണം. ദൈവം തന്നത് ചാളമേരിയെ പോലെ ഉടഞ്ഞു കാലം വന്നു. അത് മതി. കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്നില്ല, കിട്ടുന്നവരെ കൊടുക്കാം, കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്നില്ല. ഇതാണ് വ്യഭിചാരം ചെയ്യൽ. വ്യഭിചാരം ചെയ്യൽ. 7 കള്ളസാക്ഷി പറയും. എന്താണ് കള്ളസാക്ഷി? നമ്മൾ ആരുടെയും പേര് നശിപ്പിക്കുന്ന ഒരു വർത്തമാനം പറയും, അത് കുടുംബത്തിൽ ശാപമായിട്ട് മാറും. ഒരിക്കൽ ഒരപ്പൻ അമ്മ ആരെയും പേര് പകർന്ന ചെയ്തു, അത് കുടുംബത്തിൽ തിന്മയുടെ തരംഗമായിട്ട് നിൽക്കും. പണ്ട് ഊമക്കത്തും സ്വരം മാറ്റി ഫോർമുലയിലൂടെ പലരും പേര് നശിപ്പിക്കാം. ഇന്ന് തൊഴിലില്ലാ കമ്പനിയുടെ വേദിയായ വാട്സപ്പിലാണ് നടക്കുക. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് വാട്സപ്പിൽ വരിക. ഒരുപാട് നിയന്ത്രണങ്ങൾ സെൻറ്റർ കൊണ്ടുവരുന്നു. ആരെയും നശിപ്പിക്കുക. ഇന്നസെന്റ് എന്നോട് പറഞ്ഞു, രോഗം ബാധിച്ചപ്പോൾ 3 പ്രാവശ്യം അദ്ദേഹം മരിച്ചത് വാട്സപ്പ് മെസ്സേജ് കൊണ്ടതാണ് ജീവിച്ചപ്പോൾ. മലയാളത്തിലെ പ്രിയ ഗാനകനും ജാനകിയെന്ന് ജാനകി മരിച്ചത് 2 പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു സീരിയൽ നടൻ മരിച്ചതെന്ന് പറഞ്ഞു വാട്സപ്പ് മെസ്സേജ്. അല്ലെങ്കിൽ തന്നെ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരുടെ പേര് നശിപ്പിക്കുക. ടി വി ഒരു വാർത്ത വന്നു, ഷെയർ ചെയ്യാം. വാട്സപ്പ് വരുന്നത് വെറുതെ ഷെയർ ചെയ്യരുത്. ആരും ചെല്ലും മോശമായി കണ്ടൊന്നും ഞാനൊക്കെ ഷെയർ ചെയ്യരുത്. ഒരാൾ പറയുക, നല്ല പണി ഉള്ളവന് തംസം, ചെറിയ പണിയുള്ളവന് സിപ്പം, ഒരു പണി ഇല്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയുക. നമ്മൾ കിഴിയും ഈ സമയങ്ങളിൽ വേറെ ഷെയർ ചെയ്യും. വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ ആരുടെയും പേര് നശിപ്പിക്കും.
8 മോഷ്ടിക്കരുത്. കുടുംബത്തിൽ അനുഗ്രഹം വേണം, സത്യസന്ധമായ പൈസ കൈക്കത്ത് വേണം. ആശുപത്രി ജോലി ചെയ്യുന്ന നേഴ്സ് ശമ്പളം കിട്ടും, പോരുമ്പോൾ 5 ഗുളിക പോക്കറ്റ് തല്ലി കയറരുത്. ഷുഗർ നോക്കുന്ന സൂചി പൊക്കിക്കൊണ്ട് വരുന്നത്. ചെയ്യുന്ന ജോലിക്കുള്ള അനിവാര്യമായ ജോലി. ഒരു നാട്ടിൽ 600 രൂപ ഡെയിലി കൂലി കിട്ടി. ഒരു പാവപ്പെട്ടവൻ 400 പണിയാമെന്ന് സമ്മതിച്ചാൽ, മുതലാളി അങ്ങനെ പഠിപ്പിച്ചാൽ ആ മുതലാളി 200 കട്ട കടനാണ്. നാട്ടിലുള്ള ജോലി വ്യക്തിക്ക് കൊടുത്തിരിക്കുക. 600 മേടിക്കുന്നവൻ 300 കൊണ്ട് കളിപ്പിച്ചാൽ ഒരു മക്കളെ അനുഭവിക്കുകയല്ല. മേടിക്കുന്ന കാശിന് ആനുപാതികമായ ജോലി, ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ കൂലി. ഒരു സഫലോഫീസിനെ കാണാൻ അതേപോലെ ലോകം മുഴുവൻ മഹാമായ റേഷൻ കടക്കാൻ ഫൈൻ ഒപ്പിടാൻ വേണ്ടി 500 രൂപ കൈക്കൂലി തന്നു. കടന്നോട്ടായിരുന്നു. കൈക്കൂലിക്ക് കുഴപ്പമില്ല, കടന്നോട്ടാണ് പ്രശ്നം. ആനുപാതിക വിലക്കൊന്നും ചോദിക്കരുത്. അവിടെയാണ് പറയുക, മനസ്സാക്ഷിക്കുള്ള 100 രൂപ എൻ്റെ വീട്ടിൽ നേരെ നേരെയുള്ള 100 മതി. മനസ്സാക്ഷിക്കുത്തിന് 100 രൂപ വീട്ടിൽ വെക്കരുത്. കാരണം ദൈവം തന്നത് സമ്മാനമാണ് മനസ്സാക്ഷി. നിങ്ങൾ ചോദിക്കും, അച്ഛൻ മനസ്സാക്ഷി എന്ന് പറയുന്നു, അതിരിക്കുന്ന സ്ഥലം ഏതാണ്? ഞാൻ തന്നെ പറയാം, ആരും പരിശോധിക്കുന്നു. ഇന്ന് രാത്രി 9 കിടക്കാൻ പോകുമ്പോൾ കിച്ചണിൽ ചെന്ന് മൂർച്ചയുള്ള ഒരു കത്തിക്ക് എടുക്കുക. കിടക്കുന്ന മുറി വന്ന് ഡിൻലൈറ്റിൽ കട്ടിലിരിക്കുക, വാതിലടിക്കുക. എന്നിട്ട് കത്തിക്ക് കൊണ്ട് തൊണ്ട മുതൽ പൂക്കളിൻ്റെ അവിടെ കീഴോട്ട് നേരെ ഒന്ന് കീറിയിട്ട് വാനിൻ്റെ മാംസം കൂടി പൊക്കിപ്പിടിച്ച് അകത്തേക്ക് നോക്കുക. ഒരു കാഴ്ച കാണാം. There is a circle. Within the circle there is a moving triangle. ഒരു വൃത്തം, അതിനകത്ത് കറങ്ങുന്ന ഒരു ത്രികോണം. ആ ത്രികോണം കറങ്ങുമ്പോൾ ഓരോ കക്ഷിയും ത്രികോണത്തിന് മന വന്ന് വൃത്തത്തെ കുത്തും. ആ കുത്തിൻ്റെ പേരാണ് മനസാക്ഷി കുത്ത് എന്ന് പറഞ്ഞ് ഒരു കുത്തിനെ കുത്തും. അന്തസ്സില്ലാത്ത വർത്തമാനം പങ്കാളിയോട് പറഞ്ഞ ഒരു മനസാക്ഷി കുത്ത്. ആദരവില്ലാത്ത വർത്തമാനം പേരൻസിനോട് തന്നെ മനസാക്ഷി കുത്ത്. അർഹതയില്ലാത്ത 10 രൂപ കയ്യിൽ വരുമ്പോൾ എനിക്ക് അറിയിക്കുന്നതാണോ ഒരു മനസാക്ഷി കുത്ത്. ചില മനുഷ്യർക്ക് ഈ കുത്തി വരുമ്പോൾ മോന തേനിയേയും പിന്നെ കുത്തിയില്ല ഇക്കിളി എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്ക് വരും. അത് ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ നമ്മൾ മോഷ്ടിക്കുക, അർഹതയില്ലാത്തൊന്നും കൈവെക്കല് കുടുംബത്തിൽ അനുഗ്രഹം വരികയല്ല. 9 അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അത് ആണുങ്ങളോടാണ്. പെണ്ണുങ്ങളോട് കൂട്ടുകാരുടെ ഭർത്താവിനെ ദാഹിക്കരുത്. കിട്ടിയ ഭർത്താവ്, കിട്ടിയ ഭാര്യ വേറെ വേണ്ട. ഞാൻ കോട്ടയത്തിരിക്കുന്നു, കൊട്ടാരക്കരയ്ക്ക് പോകണം, അതേസമയം തൃശ്ശൂരിൽ പോകണം. ആദ്യം ഇന്ന വണ്ടിക്ക് പോകാം. ആദ്യം കൊട്ടാരക്കര വണ്ടി കയറിയിരിക്കുന്നത് തൃശ്ശൂരിൻ്റെ അല്ലെങ്കിൽ ഏറ്റുമാനൂർ, കൊറവലങ്ങാട്, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ കാണാൻ വരുന്നതെന്ന് കൊട്ടാരക്കര വണ്ടിയിൽ ഇരിക്കുമ്പോൾ ആ വണ്ടി കയറി ആശ്രയിക്കണം. ചിങ്ങമനം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, പന്തം, അടൂർ, മൈലം, കൊട്ടാരക്കര ഇങ്ങനെ ആശ്രയിക്കാൻ പഠിക്കാം. ഞാൻ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് 32 വർഷം. ഇടയ്ക്ക് തോന്നുക, കല്യാണ വണ്ടിയായിരുന്നു പലപ്പോഴും രസം. കാലഘട്ടങ്ങളിൽ വീട് കണ്ടേനെ ഓർമ്മയില്ല. ഈ വണ്ടി ഞാൻ ആസ്വദിക്കും. എങ്ങനെ ധ്യാനിപ്പിക്കാം, എങ്ങനെ കൗൺസിലിംഗ് കൊടുക്കാം, എങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങളുടെ പൈസ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റും ഇത് ഓർത്തോർത്ത് ഞാൻ സന്തോഷിക്കും. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവം നോക്കണം. എന്നോട് കോളേജിൽ പഠിച്ച 3 മക്കളെ അപ്പൻ്റെ ഫോൺ കോൾ ജോസഫ് അച്ഛ അപ്പനായവരെ ഇനി അച്ഛനാക്കുന്ന സഭ അവൻ്റെ വണ്ടി എടുത്തു. ലോ കോളേജിൽ എന്നെ കണ്ടിച്ച സാറിനെ കാണാൻ വേണ്ടി ഞാൻ പരിമതിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ വന്ന് സന്തോഷമായി, ഞാൻ കാണാനിരിക്കുക, എന്താ ഒരു സംശയം ചോദിക്കാൻ. അച്ഛന് കല്യാണം കഴിഞ്ഞു എന്നേലും ഈ അച്ഛന് പട്ടം കിട്ടിക്കഴിഞ്ഞു എന്നേലും കല്യാണം കഴിയണമെന്ന് അച്ഛന് തോന്നലുണ്ടായിരുന്നു. അച്ഛനെന്താ അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്. വേണ്ടാത്ത പോലെ തോന്നരുത്.
ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു 2 വർഷം പഠിപ്പിച്ച് ഒരു ദിവസം 3 പ്രാവശ്യം ഇന്ന് തന്നെ കെട്ടണമെന്ന് എനിക്ക് തോന്നിയാൽ അതെന്താ ധ്യാനം കഴിഞ്ഞ് മണിക്കൂർ തുണി അരക്കി അതിൻ്റെ ഓരം കഴിച്ചു കൂട്ടിയപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിലും അരക്കി കിട്ടിയെന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ സാർ പറഞ്ഞു ഒരു ദിവസം വെച്ചാൽ ഇമേജ് ഒരിക്കലും അങ്ങനെ ഓർത്തേക്ക്. അതെന്താ എൻ്റെ അച്ഛോ എൻ്റെ ഭാര്യ ഇന്നും അവിടെ സകലമായ തുണി എന്നെ കൊണ്ട് എവിടെയാണ് അവിടെ വരച്ചിരിക്കുക, മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക. അന്യൻ്റെ ഭാര്യയെ മുടിക്കരുത്, അന്യൻ്റെ സ്ത്രീയുടെ ഭർത്താവിനെ മുടിക്കരുത്. കിട്ടിയ വണ്ടി അത് കുറച്ചിരിക്കുക, മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക. ചിന്തകളെ അവസാനിപ്പിക്കുക. 10 അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. അന്യൻ്റെ വസ്തു മോഷ്ടിക്കുക, പിടിച്ചുവയ്ക്കുക എന്നല്ല, ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിക്കും. ഇവിടെ 150 കുടുംബമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയല്ല മറ്റൊരു കുടുംബത്തിൻ്റെ. വലിയ പണമുള്ളവർക്ക് ഒപ്പത്തിക്കാൻ വേണ്ടി മിനിമം വരുമാനമുള്ളവർ ശ്രമിക്കരുത്. കിട്ടിയ പണത്തിൽ ഒതുങ്ങി ജീവിക്കണം. 8 ലക്ഷത്തിൻ്റെ കാറ് മേടിക്കാൻ കഴിവുള്ളത് അയൽക്കാരനെ പോലെ 15 ലക്ഷത്തിന് കാറ് മേടിക്കാൻ 7 ലക്ഷം കാലം എടുക്കരുത്. 8 ലക്ഷത്തിൽ ഒതുങ്ങണം. 10 ലക്ഷത്തിൻ്റെ ഒരു ചെറിയ വീടിൻ്റെ കൂട്ടിൽ ഉദാഹരണം അതിൽ ഒതുങ്ങണം. കടം മേടിച്ച് 50 ലക്ഷത്തിൻ്റെ മേടിക്കല്ല. കിട്ടിയ അവസ്ഥയിൽ ഒതുങ്ങണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കുക. അച്ഛനായ എനിക്ക് കിട്ടുന്ന ചികിത്സ ഒരു കർമ്മകാരൻ പ്രതീക്ഷിക്കുക. ദൈവത്തിന് അവസ്ഥയുണ്ട്, അതിൽ ഒതുങ്ങുക. ബുദ്ധിമുട്ടുക, കഷ്ടപ്പെടുക, നേടുക. ചുമ്മാ ആർത്തിയോടുകൂടി ആശ്രദ്ധത കാണിക്കരുത്. ഉള്ളതിൽ ഒതുങ്ങുക. ഒതുങ്ങിയിട്ട് ആർത്തിയോടെ സ്വരുക്കൊണ്ടാണ് നോക്കരുത്. അങ്ങനെ വസ്തു ആഗ്രഹിക്കരുത്. ദൈവത്തിന്റെ അവസ്ഥയിൽ ഒതുങ്ങി ജീവിക്കുക. നിങ്ങളുടെ കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം. അബ്രഹാമിന്റെ കുടുംബം പോലെ വിശ്വാസത്തിൽ വളർത്തണമേ. യോബിന്റെ ഭവനം പോലെ സകലത്തിലും ദൈവത്തിന് നമ്മൾ ശക്തി നൽകണമേ. ലാസ്റ്റിന്റെ വീട് പോലെ പ്രാർത്ഥിക്കുന്ന കുടുംബമാകണം. വിശുദ്ധ കുടുംബം പോലെ വിശുദ്ധാന്തി ഉണ്ടാകും. അങ്ങനെയുള്ള അനുകൂലമായ ഒരു കുടുംബമായി ജീവിക്കാൻ ദൈവത്തെ മക്കളുടെ ഇടയാകട്ടെ. ദൈവത്തെ സ്ഥാപിച്ച ദൈവത്തിൻ്റെ അധികം കാനായി വിവാഹത്തെ ആസ്വദിച്ച ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബം ലഭിക്കട്ടെ. അങ്ങനെ ആയിരിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. കേട്ട വചനം ധ്യാനിക്കാം. അനുഗ്രഹമായ കുടുംബജീവനെയാണ് നാം കേട്ട വചനം. 10 കൽപ്പനകൾ കൂടി നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ എപ്രകാരം ക്രമീകരിക്കണം എന്ന് പ്രയത്നമേ ഉദ്ബോധിപ്പിച്ചല്ലോ. ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ നാമം മിസസ് മോളി വർഗീസ് ഇപ്പോൾ പ്രാർത്ഥന.